എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജമല്ലിയാണ് കേട്ടോ. നല്ല തണലിൽ വരുന്ന ഒരു മരം പോലെ അത് വളർന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ മാനം തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കീടം പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത്. ഇങ്ങനെ ക്രൗൺ പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ആ ഒരു കണ്ടോ, ഒരു ഭംഗി, ഒരു പ്രത്യേക തരമാണ്. പുളി ഇലകൾ പോലത്തെ ഇലകളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. അതെന്തുകൊണ്ടാണ് ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇൻ്റർലോക്കിൽ വീണ് കഴിഞ്ഞാൽ തൂത്തുവാരി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. ആക്ച്വലി ഇവിടെ ചെടിച്ചട്ടി വയ്ക്കാൻ വേണ്ടി കിട്ടിയിട്ട സ്ഥലമാണ്. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തണൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ചെടിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ എൻ്റെ ഇരിപ്പിടമാക്കി ആണ് സെറ്റ് ചെയ്യാറ്. അങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അസാധ്യമാണ്. രാവിലെ സൂര്യനെ കൊതിച്ച് വരുന്ന ഒരു വ്യൂ. രാജമല്ലീനെ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ ഇനിയിപ്പം രാജമല്ലീനെ പരിചയപ്പെടുത്തിയെന്ന് വേണ്ട. ഇന്ന് രാവിലെ സാധാരണ രീതിയിൽ എനിക്ക് കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നതാണ് ഇങ്ങനെ ജസ്റ്റ് ഗാർഡനിലോട്ട് വന്നിട്ട് അത് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമല്ലോ. പിന്നെ ഇതൊക്കെ ടൈമുള്ളപ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്തപ്പോൾ എന്നും രാവിലെ വന്നിങ്ങനെ ഗാർഡനിൽ വന്നിരുന്ന് ഞാൻ പൂക്കളെ ആസ്വദിക്കുന്നൊന്നും തള്ളുന്നില്ല. ഇടയ്ക്ക് പറ്റുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കും, ടൈം കിട്ടുമ്പോൾ മാത്രം. നിങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇതിൽ നമ്മുടെ തേൻകുരുവിയുണ്ട്. തേൻകുരുവി കണ്ടോ കണ്ടോ, കണ്ടോ, ഇതിനിടയിലുണ്ട്. ആഹാ, കപ്പിൾസാണെന്ന് തോന്നുന്നു. കണ്ടോ, തേൻകുരുവിയല്ല. നിങ്ങൾക്ക് ഈ കുരുവിയുടെ പേരറിയാമോ? ഇതാണ് ഇവിടെ ബഹളം വയ്ക്കുന്നത്. ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാട്ടൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഭയങ്കര സിംഗേഴ്സാണ്. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പാട്ട് മാറി കോലാഹലാവും എന്ന് മാത്രം. ഇയാളെ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുന്ന ആളാണ്. എന്നും വരും രാവിലെ ഒന്ന് ഇങ്ങനെ ഇല ഏതാ പൂവേതാന്ന് അറിഞ്ഞൂടാ. അവനേതാന്ന് പോലും കണ്ടാൽ മനസ്സിലാവില്ല, അമ്മാതിരി ഇരിപ്പാണ് ഇരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ ചില്ല കുലുക്കുന്നുണ്ട്. വല്ല കുലുക്കം ഉണ്ടോ എന്ന് നോക്കിക്കേ, ഒരു കുലുക്കും ഇല്ല. കുറച്ചൊക്കെ പേടിയാവാം കേട്ടോ. കണ്ടോ, ഇത്ര നേരമായിട്ട് വല്ല കുലുക്കം ഉണ്ടോ നോക്കിയേ, ഒരു കുലുക്കവും ഇല്ല. ഒന്ന് നന്നായിട്ട് കുലുക്കി വയ്ക്കാമല്ലോ. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കുറച്ച് വേസ്റ്റൊക്കെ ബാക്കി വരത്തില്ലേ, അപ്പോൾ ഇത് രാവിലെ കൊണ്ട് കളയലാണ് പരിപാടി. ഇപ്പോൾ ഞാനിത് ഒരു ചട്ടിയുണ്ട്, അതിൽ കുറച്ച് വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് എൻ്റെ മുകളിൽ മണ്ണ് മാത്രം ഇട്ടാൽ മതി. കാണുന്നുണ്ടോ, ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഇട്ട വേസ്റ്റാണ്. അത് നമുക്ക് മണ്ണ് മാത്രം ഇട്ടാൽ മതി. ഈ റോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, എല്ലാം പൂത്തു, നല്ല പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സമ്മർ സമയത്തുള്ള അവസ്ഥ കണ്ടിരുന്നെങ്കിൽ പരിതാപകരമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ സുന്ദരിയായിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഈ വേസ്റ്റ് ആരുടെയെങ്കിലും ചോട്ടിലിടണം. എന്നാലാ നമുക്ക് അതിലേക്ക് കോണ്ടസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരാൾ നല്ല രീതിയിൽ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ തന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ്റെ ചോട്ടിൽ അത്യാവശ്യം വേസ്റ്റ് ഉണ്ട്. നമുക്ക് ചെറുബറയുടെ അടുത്ത് പോകാം. അടുത്താണെന്ന് ഇവിടെ നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട്. പ്ലമേറിയ ഓക്കെ. ഇവിടെ അത്യാവശ്യം ഇതുണ്ട്. ഇങ്ങനെ ഇതുപോലെ ക്യാബേജ് വേസ്റ്റൊക്കെ എൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം ഇടാൻ. ഇവിടെ ചെറുബ്ര നിൽപ്പുണ്ട്. ഇനി അടുത്ത മൊട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും. കുറച്ച് ദിവസം ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും. ആക്ച്വലി ഞാനിത് പൊടിച്ചാണ് ഇട്ട് കൊടുക്കാറ്. ഇതിപ്പോൾ വീഡിയോ കൈകൊണ്ട് പിടിക്കണോണ്ട് തന്നെ എല്ലാം കൂടി പാടാണ് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മുടെ ഈ ചോട്ടിൽ നിന്ന് മാറ്റി ഇതിനിങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് മാറ്റി ഇട്ട് കൊടുക്കണം. ഞാനിത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലെ മിക്കപ്പോഴും ഉള്ള ദിവസങ്ങളിൽ ഇത് തന്നെയാണ് സംഭവിക്കാറ്. ജസ്റ്റ് ഇങ്ങനെ വരും, ഇവരെയൊക്കെ ഒന്ന് കാണും, പിന്നെ പോകും. പിന്നെ സമയപരിമിതി പോലെ ഇരിക്കും.
എന്താണ് സമയത്തിന് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഇവരൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ രാത്രിയാവും. പിന്നെ ഇവരെ കാണണമെങ്കിൽ ശനിയും ഞായറുമൊക്കെ വേണ്ടി വരും. ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കിളികളുടെ വിഹാര കേന്ദ്രം. പക്ഷെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണെന്ന് മാത്രം. ഉണ്ടാവും, ഇതോ പോയി. ഇനി ഇവരുടെയൊക്കെ ഒരു സമയമാണ്. ഇനി അവരൊക്കെ വന്ന് ഇവിടെ കുറച്ച് നേരം അവരുടെ ടൈമാണ്. കണ്ട കോളിംഗ് ബെല്ലടിക്കാൻ പോലത്തെ സൗണ്ട്. ആക്ച്വലി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം, ഏതെങ്കിലും ഒരു പ്ലാന്റിനെ പറ്റി പറയണമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ എന്തോ നമുക്ക് ചില സമയങ്ങളും അറിയത്തില്ലേ, നമുക്ക് ഭയങ്കര ലേസി മോഡായിരിക്കും. നമുക്കിത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ലിസൺ ചെയ്ത് മാത്രം നിൽക്കണമെന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ അല്ലേ. അതുപോലത്തെ ഒരു ഡേ ആണിന്ന്. അപ്പോൾ ജസ്റ്റ് എനിക്ക് എന്തൊക്കെയോ തോന്നി, അതൊക്കെ ഞാൻ നിങ്ങളോട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോർണിംഗ് കേട്ടോ. അല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ടൈപ്പൊന്നും അല്ല. അതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്നിങ്ങനെ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയടിച്ച് നടക്കും. നമ്മുടെ ശിവപാല, നന്ദ്യാർ വട്ടം, പിൻവീൽ ഫ്ലവർ എന്നൊക്കെ പറയുന്നൊരു ഫ്ലവറാണ് കാര്യക്കട്ട. അവൻ ഇടയ്ക്കിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അവനും അവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മളത് കാര്യക്കട്ട മൈൻഡ് ആക്കാതിരുന്നാൽ മതി. ഇത് മറ്റേ നമ്മുടെ നാനി സിനിമയിൽ ഈച്ചയാണോ എന്നൊരു ഡൗട്ടുണ്ടല്ലേ. അതുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നാനി സിനിമയിൽ അതിനെ പോലെ ഇട്ടിരിക്കുന്നത്. ഷോ, സൂം ചെയ്യാൻ നോക്കിയിട്ട് കുളമായിപ്പോയി കേട്ടോ ഗൈസ്. ഒന്ന് മിനിറ്റ്. അയ്യോ ചേടാ, ഒന്ന് സഹകരിക്കടാ. അത് ശരി, ഇതിൽ പല പല സൂക്ഷ്മജീവികളും ഉണ്ടെന്നുള്ള രഹസ്യം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അടുത്തതാ സ്പൈഡർമാൻ. പോയോ? കളർഫുള്ളാണ് കേട്ടോ എല്ലാം. ഏതാണ്ട് കളർഫുൾ സ്പൈഡർമാൻ. അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത ആളും വന്നിട്ടുണ്ട്. ഓക്കെ. പുതിയ അതിഥികൾ വരുന്നതിന് മുന്നേ ഞാൻ പോകട്ടെ. ടാറ്റ, ബൈ ബൈ, പിന്നെയും സീ യു.